Hello friends, welcome to another session of Finding the Roots. അപ്പോൾ നമ്മുടെ ഫൈൻഡിങ് ദ റൂൾസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഇനിയും ചോദ്യങ്ങളുടെ വേരുകൾ തേടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിഗ്രി പ്രിലിംസ് 2024 നടന്ന സ്റ്റേജ് 2 എന്നുള്ള ഇന്ത്യൻ പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഇതിന്റെ റൂട്ട്സ് ഇടം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കൂടുതൽ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഡിഗ്രി ലെവൽ പ്രിലിംസ് 2024 സ്റ്റേജ് 2 നമുക്ക് 3 സ്റ്റേജസ് തരാണ് നടന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഡിഗ്രി പൊളിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് സ്റ്റേജ് നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഗിവൺ ഇഫക്റ്റ് ഫ്രം November 26, 1949? ഇതാണ് ചോദ്യം. നിങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് വെക്കുക. നമുക്ക് ഇതിന്റെ റൂട്ട് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് 5 മിനിറ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുക കേട്ടോ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തുന്ന വിശ്വസിക്കുകയാണ്. അപ്പോൾ ആൻസർ നോക്കിയേ, ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 പ്രൊവിഷൻസിൽ ഏത് പ്രൊവിഷനാണ് November 20, 1949 ഇഫക്റ്റ് വന്നത്? നമുക്കറിയാം ഈ ഡേറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഈ ഡേറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഡേറ്റ് ആണ്. നമുക്ക് പ്രിയാമ്പിളിൽ പറയുന്ന ഒരു ഡേറ്റ് ആണ് അല്ലെ, November 20, 1914. ഇതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വന്നത് അല്ലേ. ശരിക്കും നമുക്ക് റിപ്പബ്ലിക് ഡേ വരുന്നത് January 26, 1950 ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വന്നത് എന്നോട്ടാണ് November 26, 1949. അപ്പൊ അന്നേരം മുതൽ ഏത് പ്രൊവിഷൻ ആണ് നിലവിൽ വരുന്നത്? ദ വെരി ഡേ ഓൺവേർഡ്സ്, ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഏത് പ്രൊവിഷൻ ആണ് ഇഫക്റ്റ് വരുന്നതെന്നാണ് ചോദ്യം. നമുക്ക് തോന്നും ഈ 4 എണ്ണവും വരില്ലേ, 4 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്, 4 എണ്ണം വരില്ലേ? പക്ഷേ അല്ല, ഈ 4 എണ്ണത്തില് ഒരാള് അന്നേ ദിവസം തൊട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ സിറ്റിസൺഷിപ്പിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം നമുക്ക് ഓരോ സിറ്റിസൺഷിപ്പ് എങ്ങനെ കിട്ടണം, എങ്ങനെ നഷ്ടപ്പെടുന്ന പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷവും ഈ ഡേറ്റും എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ചിന്തിച്ച് പോയില്ലെങ്കിലും, ഇൻകേസ് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് വായിക്കാൻ മറന്നു പോയാലും നമുക്ക് NCERT ഇത് കിട്ടും. എങ്ങനെ നമുക്ക് നോക്കാം. 11th NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. 11th NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കില് ഈ ഒരു ഏരിയ നോക്കിക്കേ, വായിച്ച് നോക്കിക്കേ. ഈ ഒരു ഏരിയയില് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നൊരു ഏരിയയാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ സമയത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കമ്മിറ്റഡ് ടു എ ന്യൂ കൺസെപ്ഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പിന്റെ ഒരു ന്യൂ കൺസെപ്ഷൻ അന്നേരം തൊട്ടുണ്ട്. അപ്പൊ സിറ്റിസൺഷിപ്പിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ഒരു കൂടുതലും പറയുന്നത്. വേർ നോട്ട് ഓൺലി വാണ്ട് മൈനോറിറ്റീസ് ടു സെക്യൂർ ബട്ട് ദ റിലീജിയസ് ഐഡന്റിറ്റി വുഡ് ഹാവ് നോ ബെയറിംഗ് ഓൺ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ഇതിനകത്ത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഓൺ 26 November 1949 എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് സിറ്റിസൺഷിപ്പ്, അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയം തൊട്ട് സിറ്റിസൺഷിപ്പിനാണ് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പൊ അന്നേരം തൊട്ട് വന്ന പ്രൊവിഷൻ ഏതാണ്? ദാറ്റ് ഈസ് സിറ്റിസൺഷിപ്പ് ആണ് ആൻസർ. സിറ്റിസൺഷിപ്പ് ആണ് ആൻസർ വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ വരുന്നുണ്ടാ, പക്ഷെ നമുക്ക് സിറ്റിസൺഷിപ്പിന് കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻ കേസ് നിങ്ങൾ NCERT വായിക്കാത്ത ഒരാളാണ്, ലക്ഷ്മികാന്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും, ഒബ്വിയസ്ലി കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ ടു ഫോറിനേഴ്സ്? ഫോറിനേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണ്? ഫോറിനേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു 5 മിനിറ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫോറിനേഴ്സിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്റ്റാർട്ട്സ് ഫ്രം എത്രയാണ്? 12 തൊട്ട് 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. പാർട്ട് ഏതാണ്? പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കേരള PSCയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. അതിന് ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ കണ്ടോ, മിസ്സേ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു വന്നോ, കുഴപ്പമില്ല, നമുക്ക് കാണാം. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു ക്വസ്റ്റ്യൻ വരാണ്ടിരിക്കില്ല, ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ ഞാൻ. പാർട്ട് 3. അപ്പോ ഈ ഒരു ചോദ്യത്തിന് അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 14, 15, 16, 19
ആർട്ടിക്കിൾ 14 നോക്കിക്കേ. ആർട്ടിക്കിൾ 14 15 16 19 തന്നെ എവിടെ വരുന്നതാണ്? റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ വരുന്നതാണ്. അപ്പം ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെ ആർട്ടിക്കിൾ 14 വരുന്നത്. ആർട്ടിക്കിൾ 15 എന്താണ്? നോ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല അല്ലെ. 16 എന്താണ്? പബ്ലിക് ഓഫീസസിൽ അല്ലെ, പബ്ലിക് സർവീസിൽ നമുക്ക് ഇക്വാലിറ്റി ഉണ്ടാവും, അതിനകത്ത് നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ല. 19 എന്താണ്? ഇത് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ് അല്ലെ. 14 വരുന്ന ഈക്വാലിറ്റി വരുന്നതാണ്. 14 15 16 19 ഇവിടെ വരുന്നതാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തോന്നും എല്ലാ ഫോറിനേഴ്സിനും വരുമോ? ഇല്ല. നമുക്ക് നോക്കാം. അത് ഞാനതൊന്ന് മാച്ചളയാണേ. ധാരണയോടെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയൊക്കെ എടുത്ത് വെച്ചോണം കേട്ടോ. റൂട്ട് നോക്കിക്കേ. ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. നമ്മൾ NCERT പോകുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മളൊന്ന് ഇറങ്ങി തപ്പാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊരു സീരിയസ് PSC ആസ്പിറന്റ് ആണെങ്കിൽ, നിങ്ങൾ PSCയോ SSCയോ UPSC എന്തിന്റെ എക്സാമിന്റെ ഒരു സീരിയസ് ആസ്പിറന്റ് ആണെങ്കിലും ഈ ബുക്ക് വാങ്ങിച്ചു വെക്കുക. ട്രൈ ടു ബൈ ദിസ് ബുക്ക്. ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ വെരി സൂപ്പർ ബുക്ക് ഫോർ ഇന്ത്യൻ പൊളിറ്റി ഫോർ എനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ പ്രിലിംസ്. ഓക്കെ, പ്രിലിംസിന്റെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നല്ലതാണ് കേട്ടോ. സോഴ്സ് നോക്കി. കറക്റ്റായിട്ട് പറയുന്നത് ഇത് സിറ്റിസൺഷിപ്പിൽ വരുന്ന ഒരു ഏരിയ ആണ്, ഒരു പോർഷൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിലും വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പോകുന്നതിന് മുന്നേ നമുക്ക് സിറ്റിസൺഷിപ്പ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് സെയിം പറയുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫേഴ്സ് ദി ഫോളോയിങ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഇൻ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. സിറ്റിസൺസിന് മാത്രമുള്ളത് ഏതൊക്കെയാണ്? 15 16 19 29 30 അല്ലെ. 15 16 19 29 30. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ വരും? 15 ഫോറിനേഴ്സിനുള്ളതല്ല, സിറ്റിസണിന് മാത്രമുള്ളതാണ്. 16 10. പിന്നെ ഏതാ ഉള്ളൂ? ആർട്ടിക്കിൾ 14 ഈക്വൽ ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അല്ലെ. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് ആർട്ടിക്കിൾ 14. അതാണ് ആർക്ക് വരുള്ളൂ? ഫോറിനേഴ്സിനുള്ളൂ. ബാക്കിയൊക്കെ സിറ്റിസൺസിന് അതായത് ഇന്ത്യയുടെ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. ക്ലിയർ ആണല്ലോ? മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉത്തരം കണ്ടുപിടിച്ചോ. ഓക്കെ, സോ വെൻ വാസ് ദി സെക്കൻഡ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി? എമർജൻസി വാസ് മെയ്ഡ് ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 352. എന്താണ് 352? എമർജൻസി വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എമർജൻസി വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 352 356 ആൻഡ് 360. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. സോറി, 352 ആണ് കേട്ടോ. 352 നമുക്കിത് എങ്ങനെ പഠിക്കാൻ പറ്റും? ദിസ് ഈസ് +4 ആൻഡ് ദിസ് ഈസ് +4. 352 +4 നമുക്കിവിടെ നമുക്ക് എന്താണ് വരുന്നത്? നാഷണൽ എമർജൻസി. ഇവിടെ നമുക്ക് എന്ത് വരുന്നു? പ്രസിഡന്റ്സ് റൂൾ. ഇവിടെ എന്ത് വരുന്നു? ഫിനാൻഷ്യൽ എമർജൻസി അല്ലേ. ഇത് ചോദിച്ചിരിക്കുന്നത് നാഷണൽ എമർജൻസി സെക്കൻഡ് ടൈം എപ്പോഴാണ് പ്രൊക്ലെയിം ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഇതിനകത്തൊരു 3 പ്രാവശ്യം നമുക്ക് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഒരു കണക്കൂട്ട് അനുസരിച്ചാണെങ്കിൽ. അപ്പോൾ 1962 1971 72 75 അല്ലെ, ഇന്ദിരാഗാന്ധി സമയത്തൊക്കെ എന്താണ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് എപ്പോഴാണ്? നമുക്കൊരു ഇൻഡോ ചൈന വാർ സമയത്തും ഇൻഡോ പാക് വാർ സമയത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ സോഴ്സ് ഇവിടെ നമുക്ക് നോക്കാം. ഇതിന്റെ സോഴ്സ് നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ പൊളിറ്റി ബുക്കിന് എന്തോരം പ്രാധാന്യമുണ്ട്. നമുക്ക് പൊളിറ്റിക്ക് വേണ്ടി കുറെ ബുക്ക് വായിക്കേണ്ടതായിട്ടുണ്ടോ? ഒരൊറ്റ ബുക്ക് പഠിച്ചാൽ മതി അല്ലേ. നമുക്ക് നോക്കാം. ഞാൻ മാച്ചോട്ടെ, വായിക്കുവാണേ. നോക്കിയടാ, ഡിക്ലറേഷൻസ് മെയ്ഡ് സോ ഫാർ. ഇത് എമർജൻസി പ്രൊവിഷൻസിൽ വരുന്നതാ. അപ്പൊ നമുക്ക് നോക്കേ, ദിസ് ടൈപ്പ് എമർജൻസി ഹാസ് ബീൻ പ്രൊക്ലെയിംഡ് 3 times അല്ലേ, 3 പ്രാവശ്യം. ഏതൊക്കെയാണ്? 1962 1971 1975. ഇത് 3 ഇതിനകത്തുണ്ടോ? ഓപ്ഷനകത്തുണ്ടല്ലേ, ഉറപ്പായിട്ടില്ലേ. അപ്പൊ സെക്കൻഡ് ടൈം എപ്പോഴാണ്? 1971. താഴോട്ട് വായിക്കേണ്ട കാര്യം പോലും ഇല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ടൈപ്പ് ഓഫ് എമർജൻസി പ്രൊക്ലെയിംഡ് 3 times so far. 1962 71 75. ഓക്കെ, കൃത്യമായി നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. 3ാമത്തെ വർഷം എപ്പോഴാണ്? 1975 അല്ലേ. അപ്പം ആ ഇന്ത്യൻ പൊളിറ്റി
നമ്മൾ ലക്ഷ്മികാന്തിന്റെ ബുക്കിൽ നിന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി കൂടുതലൊന്നും അങ്ങോട്ട് പോവേണ്ട കാര്യമേ ഇല്ല. ഇത് വായിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പറ്റിയില്ലെങ്കിലും നമുക്ക് 1962 ചൈനീസ് അഗ്രഷൻ സംഭവിച്ചത്. അത് ഓർത്തിരുന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ് കേട്ടോ. പിന്നെ 71 സെക്കൻഡ് പ്രൊക്ലമേഷൻ ഇൻഡോ പാകിസ്ഥാൻ വാർ, ഇൻഡോ പാക് വാർ, നമ്മുടെ ഇപ്പുറത്തെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ പോലെ അന്നത്തെ ഒരു ഇൻഡോ പാക് വാർ ഉണ്ടായിരുന്നു. അതിനുശേഷം തേർഡ് ടൈം എപ്പോഴാണ്? 1975. ഓക്കെ. സെക്കൻഡും തേർഡ് റിവോക്കേഷൻസ് എന്ത് ചെയ്തു? നമ്മുടെ മാർച്ചിൽ എന്ത് ചെയ്തു? റിവോക്ക് വെച്ചാൽ തിരിച്ചെടുക്കുക. ഓക്കെ. അപ്പൊ ഇത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ സെക്കൻഡ് ടൈം 1971 സെക്കൻഡ് ടൈം പ്രൊക്ലെയിം ചെയ്തത്. ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഇപ്പൊ ലക്ഷ്മികാന്തിന്റെ ബുക്ക് വായിക്കുന്ന ഒരു കുട്ടിക്ക് നമുക്ക് NCERT കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് ഇപ്പോ കേരള PSC NCERTക്ക് അപ്പുറം ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ഫൈൻഡ് ദ റൂട്ട്സിന്റെ സെഷൻസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ? കുറച്ചധികം ക്വസ്റ്റ്യൻസ് എന്താണ് NCERTക്ക് പുറമെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മികാന്തിന്റെതും നമ്മൾ പഠിക്കേണ്ട ഒരു വാങ്ങിച്ചു വെച്ചേക്കൂ. ലേറ്റസ്റ്റ് എഡിഷൻ 7th എഡിഷൻ ആണ് ലേറ്റസ്റ്റ് എഡിഷൻ. ഒരു പിങ്ക് കളർ ബുക്കാണ്, മേടിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following items are in the concurrent list? concurrent list നമുക്ക് എന്താണ്? 3 ലിസ്റ്റ് ഉണ്ട് അല്ലേ? സ്കെഡ്യൂൾ 7 പ്രകാരം 7th സ്കെഡ്യൂൾ നമുക്ക് 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് അല്ലേ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് അല്ലെ? 3 ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 3 ലിസ്റ്റ് നമുക്ക് പഠിച്ചിരിക്കണം. ആ 3 ലിസ്റ്റിനകത്ത് ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പോസ്റ്റും ടെലിഗ്രാഫ്, പോലീസ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ്. ഇപ്പൊ നോക്കിക്കേ, ഇത് വേറൊന്നുമില്ലടാ, നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും. പോലീസ് എവിടെ വരാം? പോലീസ് സ്റ്റേറ്റിലാണ് വരാൻ ചാൻസ് കൂടുതൽ. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എവിടെ വരാം? പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, അത് നമുക്ക് സ്റ്റേറ്റിൽ വരും. അപ്പൊ നമുക്ക് ഡൗട്ട് വരുന്നത് ഇത് രണ്ടുമായിരിക്കും. പോസ്റ്റ് എവിടെ വരാൻ ചാൻസ് ഉണ്ട്? യൂണിയൻ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് അല്ലേ? ഇത് യൂണിയൻ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്, നമുക്ക് ഏത് നോക്കാം. പക്ഷെ ചാൻസ് കൂടുതൽ ആർക്കാണ്? പോസ്റ്റും ടെലിഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിയനിലേക്ക് വേണമെങ്കിൽ പോയിട്ട് ഒരു കൺക്ലൂഷൻ നമുക്ക് D എടുക്കാൻ പറ്റും. അല്ല, നമുക്ക് റൂട്ടും കൂടെ നോക്കാം. ഞാനിത് വായിക്കുവാണേ. ഓക്കെ, നോക്കിക്കേ, റൂട്ട് നോക്കിക്കേ. റൂട്ടും നമ്മുടെ 11th ക്ലാസ് NCERTക്കകത്തും ഉണ്ട്. എന്നാൽ അതിനകത്ത് കിട്ടില്ല, ഫുൾ പറയുന്നില്ല. എന്നാൽ ലക്ഷ്മികാന്തിന്റെ ബുക്കിനകത്തും പറയുന്നുണ്ട്. ഇത് നമ്മുടെ NCERT വന്നതാണ്. NCERTക്കകത്ത് കൃത്യമായിട്ട് യൂണിയൻ ലിസ്റ്റിൽ എന്ത് പറയുന്നുണ്ട്? പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് അല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ് എന്തൊക്കെ പറയുന്നുണ്ട്? പോലീസ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. പബ്ലിക് ഹെൽത്ത് സാനിറ്റേഷന്റെ ഒപ്പം വരുന്നതാണ്. അപ്പോ ഇത് 3, ഒന്ന് യൂണിയൻ, 2 സ്റ്റേറ്റ്. അപ്പൊ ബാക്കിയുള്ളത് ആരാണ്? സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ് കൺകറന്റ് ലിസ്റ്റ് വരുന്നതാണ്. പക്ഷെ അത് ഇതിൽ എടുത്ത് പറയുന്നില്ല. പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇതിലും പറയാം. ഇതിനകത്തും പബ്ലിക് ഓർഡർ, ഗവൺമെന്റ് ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. സ്റ്റേറ്റിന്, പിന്നെ ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അതെ, നമുക്കിപ്പോ ഇത് കുറെ സബ്ജക്ട്സ് ഉണ്ട്. 47 ഉണ്ട്, ഇവിടെ 59 ഉണ്ട്, ഇവിടെ 97 ഉണ്ട്. ഇതൊക്കെ കാണാതെ പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷെ പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. 42ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരം 5 എണ്ണത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ. ഇതെല്ലാം ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഇപ്പൊ ഇത് കൺകറന്റ് ലിസ്റ്റിൽ. ഇതും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഡ് ഓൺ നോളജ് ആയിക്കോട്ടെ ഇന്നത്തെ ഫൈൻഡിങ് ദ റൂട്ട്സിൽ അല്ലേ? അപ്പോ 42ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരം ഒരു 5 സബ്ജക്ട്സിനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചോളൂ. നമുക്ക് വിദ്യാഭ്യാസം എടുത്ത് നമുക്ക് കാട്ടിൽ പോയി അവിടെ ചെന്ന് കുറെ വെയിറ്റ് ഒക്കെ എടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോയെന്നോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ കയറി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. അങ്ങനെയൊക്കെ ഇതിന് കോഡ് ഉണ്ടാക്കി പഠിക്കാം അല്ലേ? അത് നമുക്ക് പൊളിറ്റി ക്ലാസ്സുകളുണ്ട്. നമ്മുടെ സഹകാരി റേസ് പ്ലസിന്റെ ഡിഗ്രി പ്രിലിംസ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അന്നേരം പൊളിറ്റി ക്ലാസ്സിൽ ഞാൻ ഇതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കോഡൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? D. കാരണം 3 നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഹു among the following is a member of selection committee? അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അല്ലെ, മുഖ്യ
വിവരാവകാശ കമ്മീഷണറെ എന്താണ് സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ, സെലക്ട് ചെയ്യുന്നത് ആരെന്നല്ല, സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ ആരൊക്കെ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, റൂട്ട് നോക്കാം. കാണുമ്പോൾ എല്ലാവരും ഉള്ളതായിട്ട് തോന്നും. സംശയം വരുന്നത് ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹം ഉണ്ടോ സംശയം തോന്നും. പക്ഷേ ഇതും കൃത്യമായി ലക്ഷ്മികാന്തിൽ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മികാന്ത് കേട്ടോ, ഇത് നോക്കിക്കേ. ഇതിനകത്ത് പറയുന്നുണ്ട് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലാണ് വരുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അതിൽ വരുന്നതാണ്, കൃത്യമായി വരുന്നുണ്ട്, ദേ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് PM പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ as chairman and leader of opposition in the Lok Sabha and union cabinet minister nominated by prime minister. അപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ദ ലോക്സഭ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇവിടെ ആരാ ഉള്ളത്? ലീഡർ ഓഫ് ഒപ്പോസിഷൻ ദ ലോക്സഭ ഇല്ലേ? അപ്പൊ അദ്ദേഹം മെമ്പർ. ആദ്യം നമ്മൾ എടുത്ത് കളയാൻ ചാൻസ് ഉള്ള ഓപ്ഷൻ സി ആയിരുന്നു, പക്ഷെ സി ആണ് ആൻസർ. അപ്പോൾ ആലോചിക്കും, ലീഡർ ഓപ്പോസിഷൻ ഒക്കെ വരുമോ? വരും. കാരണം ഒരു ബയാസ്ഡ് ആകാൻ പാടില്ല അല്ലെ, ഒരു പക്ഷഭേദം കാണിക്കാതെ ഇരിക്കണം മതി. അപ്പൊ നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ലീഡർ ഓപ്പോസിഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോ ഇതാണ് ആരൊക്കെയാണ് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. കമ്മിറ്റിയിൽ ആരൊക്കെ വരും? പ്രധാനമന്ത്രി, PM as chairman, പ്രൈം മിനിസ്റ്റർ as chairman, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ ആൻഡ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരികയാണ്, അന്നത്തെ പോലെ ടാസ്ക് തരികയാണ് ഞാൻ. ഈ ക്വസ്റ്റ്യന്റെ റൂട്ട് കണ്ടുപിടിക്കുക. എല്ലാവരും ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ് പ്രിവിലേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് എവിടെ കിട്ടുന്നു? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എവിടെ കിട്ടുന്നു? ഫൈൻഡ് ദ റൂട്ട്സ്. ഇതിന്റെ റൂട്ട് ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 4 ചോദ്യങ്ങൾ 5 ചോദ്യം അല്ലെ, 4-5 ചോദ്യം നോക്കിയായിരുന്നു. ഒരെണ്ണം നിങ്ങൾക്കൊരു ടാസ്ക് ഇരിക്കട്ടെ, നിങ്ങളും റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ പൊളിറ്റി ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 നടന്ന ഇന്ത്യൻ പൊളിറ്റി ചോദ്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും അതിന്റെ വേരുകൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ ഇനിയും വരും സെഷൻസ് ഉണ്ടാകും. പല സബ്ജക്ട്സിന്റെ, മലയാളം, ഇംഗ്ലീഷും, മാത്സും, പിന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, എല്ലാത്തിന്റെയും, കറണ്ട് അഫയേഴ്സ് എല്ലാത്തിന്റെയും സെഷൻസ് വരുന്നുണ്ട്. പോരാഞ്ഞിട്ട് സഹകാരി റേസ് പ്ലസ് ഡിഗ്രി പ്രിലിംസ് ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും നമുക്കൊപ്പം നിന്ന് എല്ലാവരും നമുക്ക് സർവീസിൽ കയറാം. നിങ്ങളുടെ വിജയത്തിനൊപ്പം സഹകാരി റേസ് പ്ലസും കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ.